ഗോവ ട്രിപ്പ് ഡേ 2. നമ്മൾ രാവിലെ ഒരു 9 മണിയൊക്കെയാണ് ഉറക്കം എണീറ്റത്. പിന്നെ എല്ലാവരും കുളിച്ച് ഫ്രഷ് ആയിട്ട് പുറത്താൻ വേണ്ടി നിൽക്കുകയാണ്. നമുക്ക് പോളർ എന്റെ സ്കൂട്ടർ 5 എണ്ണം കൈ കിട്ടിയിട്ടുണ്ട്. ഇവ എന്തായാലും രാവിലെ തന്നെ നല്ല ഹാപ്പി ആയിരുന്നു. ഏതാ വൈബ്, അംബാനി വൈബ് എന്നുള്ള മട്ടായിരുന്നു എല്ലാവരുടെയും മുഖത്ത് കണ്ടുകൊണ്ടിരുന്നത്. നമ്മൾ ആദ്യമേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിരുന്നു, എനിക്ക് ടേസ്റ്റ് നല്ലപോലെ ഇഷ്ടപ്പെട്ട്. അവിടുന്ന് നമ്മൾ നേരെ പോയത് അഗോഡ ഫോർട്ടിലാണ്. അവിടെ പോയി ഞാൻ ഒരു തൊപ്പി മേടിച്ച് അതിന്റെ പട്ടി ഷോ കാണിക്കാൻ വേണ്ടി കുറച്ച് ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്ത്. ഈ കാണുന്നത് അഗോഡ ഫോർട്ടിൽ കയറിന്റെ സന്തോഷമാണ് ഗൈസ്. അവിടുന്ന് സ്റ്റെപ്പ് ഒക്കെ വലിഞ്ഞേറി മേളിൽ ചെന്നപ്പോ പ്രത്യേകിച്ചൊന്നും കാണാനില്ലായിരുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ പോയി സിക്യൂറിംഗ് ബീച്ചാണ്. അവിടെയും പോയി കുറച്ച് പട്ടി ഷോ കാണിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്തു. പിന്നെ ഒരു ഷോപ്പിൽ കയറി കുറച്ച് സീറ്റ് ബിയറും എടുത്ത് നേരെ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ബിരിയാണി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. രാവിലെ കഴിച്ച റെസ്റ്റോറന്റിനാണ് നമ്മൾ ഉച്ചയ്ക്കും കഴിച്ചത്. അവിടുന്ന് നേരെ റൂമിൽ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ പിന്നെ പോയത് ബാഗ ബീച്ചിലോട്ടാണ്. അജീഷേട്ടിന് പെട്ടെന്ന് എന്തോ പറ്റിയെന്ന് അറിയുമ്പോൾ എന്താണ്ടൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അവിടെ ഇരുന്ന് സായിപ്പുമാരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഐ ലവ് ഗോവ കണ്ടപ്പോൾ ഗോവ വന്ന് തെളിയിക്കുക. അവിടെ നിന്നും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുത്ത് നമ്മൾ പിന്നെ ഡിന്നർ കഴിക്കാനാണ് പോയത്. ഫുഡ് എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ ഐറ്റത്തേക്ക് വേറെ ചിക്കൻ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് നേരെ റൂമിൽ വന്ന് ഇവമോക്ക് മേടിച്ച് ആമ അവിടെ കിടക്കുന്നുണ്ട്. അതിന്റെ മണ്ടേക്ക് കുറച്ച് അഭ്യാസങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു. പുളിയും നേരെ കുളിച്ചിറങ്ങിയപ്പോൾ ഇവിടെ കുറച്ച് അഭ്യാസ പ്രകടനം നടക്കുന്നുണ്ട്. അതും നോക്കി നിന്ന് എന്റെ ചിക്കൻ ഫ്രൈഡ് റൈസ് ആറിപ്പോയി. പിന്നെ അത് ചേട്ടാ എനിക്ക് ഓവണി വെച്ച് ചൂടാക്കി തന്നു. അതും കഴിച്ച് കിടക്കാൻ പോയപ്പോൾ കുറച്ച് നേരം ഇവിടെ TV കാണുന്നുണ്ട്. പിന്നെ അവരോട് ഗുഡ് നൈറ്റും പറഞ്ഞപ്പോൾ കടന്നു. ബാക്കി വിശേഷം നാളെ കാണാം. ബൈ.